ഹലോ, വെൽക്കം ടു സുഹാനീസ് കുക്കിംഗ് ചാനൽ. ഇന്ന് ഒരു പരിപ്പ് കറിയാണ് വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദാൽ തടുക്ക. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിനാദ്യം വേണ്ടത് നമുക്ക് കടലപ്പരിപ്പും സാധാ സാമ്പാർ പരിപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ഒരു 500 ഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ അടിക്കാം. അപ്പോഴേക്കും അത് നന്നായി വെന്ത് വരും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട്. ഇനി അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ആദ്യം ഒരു ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് വെള്ളുള്ളിയും ഇഞ്ചിയും ചതച്ചത് രണ്ടും കൂടിയിട്ട് 1 ടീസ്പൂൺ, പച്ചമുളക് ഒരു 2-3 പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2 സവാള കൂടിയിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് വഴറ്റി കൊടുക്കണം കേട്ടോ. അത് ഉള്ളി ഏകദേശം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഞാൻ 2 ഉള്ളിയാണ് ചേർത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, റോസ്റ്റഡ് ക്യുമിൻ സീഡ് പൗഡർ കേട്ടോ, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 പിടി മല്ലിയില അരിഞ്ഞതും അതേപോലെ മേത്തി ലീവ്സ് ഇല്ലേ, അതായത് ഫെനുഗ്രീക്കിൻ്റെ ഡ്രൈഡ് ലീവ്സ്, അതും 1 ടീസ്പൂൺ 1-1.5 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പിനുള്ളൊരു മസാല റെഡിയാക്കണം. അതിനായിട്ട് നമുക്ക് 2 സ്പൂൺ ഗീയിലേക്ക് ഉള്ളി ഒരു 5-6 വെളുത്തുള്ളി ചെറിയതായി അരിഞ്ഞതും ഉണക്കമുളക് പൊട്ടിച്ചതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അസഫോറ്റിയുടെ പൗഡർ, കായപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചിട്ട് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നന്നായിട്ട് ഒന്ന് കരിയാതെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുത്തിട്ട് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.